ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസിൽ പുനരന്വേഷണ റിപ്പോർട്ട് ഇന്നുണ്ടായേക്കും. പ്രതികളായ 5 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തേക്കും. ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ആലപ്പുഴ കോടതി പരിഗണിക്കും. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, കൂടുതൽ നടപടികൾ ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രതികളായ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ MR അജിത് കുമാറിന്റെ ഇടപെടൽ വലിയ തരത്തിലുള്ള ചർച്ചയായിരുന്നു. അതിൽ കൂടുതൽ നടപടികൾക്കുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ, ഇന്ന് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. കാരണം ആലപ്പുഴയിൽ ഗൺമാൻമാരെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അൽകല്ലൂർ സന്ദീപ്, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അൽകല്ലൂർ, ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ ഈ സന്ദീപ് എന്നിവർ നൽകിയ ജാമ്യാപേക്ഷ ഇന്ന് ആലപ്പുഴ കോടതി പരിഗണിക്കും. ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. SIT ആദ്യ പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആ റിപ്പോർട്ട് പരിശോധിക്കാനിരിക്കെ ജാമ്യാപേക്ഷയ്ക്ക് ഇവർ നീങ്ങിയിട്ടുള്ളത്. പ്രധാനമായും അൽകല്ലൂറും ഒപ്പം തന്നെ സന്ദീപ്, അതുകൂടാതെ അകമ്പടി വാഹനത്തിലുണ്ടായിരുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ കൂടി കഴിഞ്ഞ ദിവസം പ്രതി ചേർത്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ കേസിൽ അൽകല്ലൂറും ഒപ്പം തന്നെ സന്ദീപും മാത്രമായിരുന്നു പ്രതികളായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവര് ഇപ്പോൾ ജാമ്യാപേക്ഷ ആലപ്പുഴ സെഷൻസ് കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇവർ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായി തങ്ങൾക്കെതിരെ നടപടിയെടുക്കാനായുള്ള ശ്രമം ഉണ്ടാകുന്നു, തങ്ങളെ കുറ്റക്കാരാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ആലപ്പുഴ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഈ കേസിൽ അജയ് ജുവൽ കുര്യാക്കോസും ഒപ്പം തന്നെ AD തോമസും, അതായത് അന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായിരുന്ന ഇവരുടെ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് ഒപ്പം തന്നെ KSU പ്രവർത്തകരായിരുന്ന അജയും ഒപ്പം തോമസും ഈ കേസിൽ കക്ഷി ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തോമസ് ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നുള്ള MLA കൂടി ആണ്. അന്ന് തോമസിന്റെ തലയ്ക്കാണ് മർദ്ദനമേറ്റിരുന്നത്. ആവർത്തിച്ച് തലയ്ക്കടിക്കുന്നത് തടയാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് കൂടുതൽ പരിക്ക് ചെറുപ്പക്കാർക്ക് ഉണ്ടാവാതിരുന്നത്. അജയ് ജുവൽ കുര്യാക്കോസിന്റെ കൈയുടെ ഷോൾഡറിന്റെ ഭാഗത്തും പൊട്ടലേൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു പോലീസുകാരന് മർദ്ദനമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഗൺമാൻമാരുടെ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അവർക്ക് വകുപ്പ് തല നടപടി ഉണ്ടാവാനുള്ള സാധ്യത ഏറുന്നുണ്ട്. ഇന്ന് DGP അത് പരിശോധിക്കും, അതായത് റിപ്പോർട്ട് പരിശോധിക്കുമെന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ അന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ ഈ സംഭവം, അതായത് ഈ സംഭവത്തിൽ കേസ് എടുക്കുന്നതിന് മുൻപ് തന്നെ ഇത് ഗൺമാൻമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ചട്ടലംഘനമാണെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ